ഗൈസ്, എല്ലാവർക്കും പുതിയൊരു അപ്പം ഇന്നത്തെ ഒരു ദിവസം കാലാവസ്ഥ കൊണ്ട് നോക്കാം. ശ്രീലങ്കയ്ക്ക് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ സ്വാധീനം കേരളത്തിൽ ബാധിക്കാൻ സാധ്യതയില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴ കിഴക്കൻ മേഖലയുണ്ടാവും. ഇത് ദിത്വ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും പിന്നെ ഉടൻ തന്നെ തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ഇങ്ങനെ സംസ്ഥാനങ്ങളിലോട്ട് കാറ്റ് കര കയറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കനത്ത ജാഗ്രതയാണ് ഈ 3 സംസ്ഥാനങ്ങളും. ശ്രീലങ്കയിലും മഴ കണക്കും. കേരളത്തിൽ ഇതിനുള്ള എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതേസമയം ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ സുമാത്രയിൽ ഒരു ഭൂചലനം ഉണ്ടായതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തീവ്രത രേഖപ്പെടുത്തുന്നത് 6.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനാമി മുന്നറിയിപ്പും ഈ സ്ഥലം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ദിത്വ ചുഴലിക്കാറ്റ് ചെന്നൈക്ക് സമീപമാണ് കരകയറാൻ സാധ്യതയുള്ളത്. ഇത് അടുത്ത 12 മണിക്കൂർ ശക്തി പ്രാപിച്ചാണ് ഇതിൽ കരകയറാൻ സാധ്യതയുള്ളത്. ഇതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാറിലും ഇന്തോനേഷ്യയിലും സുനാമി മുന്നറിയിപ്പോ കളകള പ്രതിഭാസത്തിനോ സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയാണ്. ചുഴലിക്കാറ്റ് ഇങ്ങനെ ഉണ്ടാകുന്നത് തന്നെ കനത്ത ജാഗ്രത തന്നെ നൽകേണ്ടി വരും. അതേസമയം സെനിയ ചുഴലിക്കാറ്റ് ഇന്തോനേഷ്യൻ്റെ ഭാഗത്തോട്ട് നീക്കുകയാണ്. ഇപ്പോൾ ഇത് മലാക്ക കടലിൽ തന്നെ ചുഴലിക്കാറ്റായിട്ടുണ്ട്. ഇത് അടുത്ത 3 മണിക്കൂറുകളെല്ലാം ഇത് വടക്ക് കിഴക്ക് സ്ഥലങ്ങളിലോട്ട് നീങ്ങാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചത്. അതായത് കേരളത്തിൽ ഇത് ബാധിക്കാൻ സാധ്യതയില്ല. ഈ 2 ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം ഉണ്ടാകാനില്ല. അപ്പം ഇതേപോലെ ക്ലാസ്സുകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് മറക്കാതിരിക്കുക. നന്ദി.